ജാക്സൺ നീ എവിടാടാ? ആ പെട്ടെന്ന് വാ. ആ നിനക്ക് പറ്റിയൊരു ബൈക്ക് റെഡിയാക്കി. ബുള്ളറ്റ് അല്ല, ബൈക്ക്. ആ ഇങ്ങോട്ട് വാ, പെട്ടെന്ന് വന്ന് നമുക്ക് കൈയോട് ഇത് കൊണ്ടുപോകാം. എവിടാണെന്നോ നീ ആ ചാക്കുകെട്ടി ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടേ പുള്ളാച്ചന്റെ വീടാണെന്ന് ചോദിച്ചാൽ മതി, ഞാൻ അവിടെ ഉണ്ട്. ആ ഇങ്ങോട്ട് പോരെ, വേമ്പ. ഇതാണ് സാധനം. അടിപൊളി കേട്ടോ, ലുക്കിലൊക്കെ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ സംഭവം എങ്ങനെയാണെന്നുള്ളത് അടിപൊളിയാക്കി. വണ്ടിയുമ്പോ തൊടല്ലേ ആണ്ട്രാ, പിന്നെ എന്നെ ഈ ബൈക്ക് വിൽക്കാൻ വേണ്ടിയല്ലേ ബ്രോക്കറായി എന്നെ വിളിച്ചത്. പിന്നെ ഇതാ തൊട്ട് നോക്കാതെ ഞാൻ ഇത് നല്ലതാണ് അഴുക്കാണെന്ന് എങ്ങനെ അറിയുന്നത്? അല്ലെ കാണിച്ചു കൊടുത്തു. ഇതുമ്പോ തൊട്ട് നോക്കി കഴിഞ്ഞാൽ എന്റെ വൈഫ് വന്ന് അവക്ക് ഇഷ്ടപ്പെടൂലെന്ന്. അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്നാ? എന്റെ പൊന്നു മന്മത, ഞാനൊരു കാര്യം പറയട്ടെ. അവൾ ഇത് സ്വന്തം അച്ഛനെ പോലെ കാണുന്ന വണ്ടിയായത്. ബൈക്കിനെ ആരെങ്കിലും അച്ഛനെ പോലെ കാണുമോന്ന്? പിന്നെ കാണുന്നേ. ഇത് വർഷങ്ങളായിട്ട് അവളുടെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണിത്. പിന്നെ ആ കാലിന് ശേഷം അല്ലല്ല അച്ഛന്റെ കാല ശേഷം അത് എനിക്ക് കിട്ടി. പക്ഷെ ഇപ്പോഴും അവൾ ഇത് അച്ഛനെ പോലെ കൊണ്ടു നടക്കണത്. സ്വന്തം അച്ഛനാ അവളുടെ. അച്ഛനെ പോലെ പിന്നെ അത് മാത്രോ, ഒന്ന് മണത്ത് നോക്കിക്കേ. മൊത്തം കുഴമ്പ് നാറ്റമാണ്. ഇതാ പറഞ്ഞത്. അവളുടെ അച്ഛൻ വാദം പിടിച്ച് കിടക്കായിരുന്നല്ല. അന്ന് എങ്ങനെ നോക്കിയോ അതേപോലെ തന്നെയാണ് ഇന്നും നോക്കണത്. രാവിലെ ഒരു കുടം കുഴമ്പായിട്ട് വരും, എന്നിട്ട് തടയി കൊടുക്കും, എന്നിട്ട് ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കണത്. അതേ കുളിപ്പിക്കലും കഴിഞ്ഞ് അകത്ത് കയറിയിട്ടുള്ളു. അതുകൊണ്ട് ഈ കുളിപ്പിക്കുന്ന ആരാണെന്നുണ്ട് വൃത്തിയായിട്ടിരിക്കുന്നത്. ഈ വൃത്തിയായിട്ടിരിക്കുന്ന വണ്ടിക്കകത്ത് ഈ തുണിയൊക്കെ എന്നാ പണിയെ കാണിക്കണേ. ഇത് വൃത്തികെട്ട തുണിയൊന്നല്ല, പിന്നെ ഇത് അവളുടെ അച്ഛന്റെ കോണകോ. പിന്നെ പണ്ട് ഈ പുള്ളിക്കാരൻ ഇതില്ലാതെ പുറത്തിറങ്ങൂലായിരുന്നില്ല. ഇത്രയും വർഷമായിട്ട് മിറ്റത്തിരിക്കല്ലേ, നാണക്കേട് മറക്കാനായിട്ട് അവള് എന്നും ഇത് കഴുകി ചുറ്റി വെക്കും. അപ്പൊ നാണോ മാനമുള്ള പുള്ളിക്കാരായിരുന്നല്ലേ? പല ഭ്രാന്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലത്തെ ഒരു ഭ്രാന്ത് ഞാൻ ആദ്യമായിട്ട് കാണും. അതെ. പിന്നെ മന്മത, ദോഷം പറയരുതല്ല, ഭാഗ്യം ചെയ്ത വണ്ടിയായത്. ഈ വണ്ടി കിട്ടിയപ്പോഴല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. ഈ വണ്ടിയെ പോകുമ്പോഴല്ലേ അളിയൻ മരണപ്പെട്ടു പോയത്. എന്നാ മുടിഞ്ഞ ശല്യമാണെന്നറിയാമോ മേനകെട്ടവൻ. എത്ര വർഷമായി? പിന്നെ ആ പുല്ലൻ ചത്ത വർഷമൊക്കെ നോക്കി അടക്കല്ലേ. അളിയൻ മരിച്ച കാര്യമല്ല ചോദിച്ചത്, വണ്ടി എത്ര വർഷമായെന്ന്. അതാണ്, അത് ടിപ്പുവിന്റെ കാലത്തുള്ളതാ. നമ്മുടെ ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള വണ്ടിയാണ് ഇത്. ടിപ്പു സുൽത്താന്റെ അല്ല, പണ്ട് ഇവിടെ ടിപ്പു എന്ന് പറഞ്ഞൊരു എലിപ്പെട്ടി ഉണ്ടായിരുന്നു. എലിപ്പെട്ടിയല്ല, എലി പോലത്തെ ഒരു പട്ടി ഉണ്ടായിരുന്നു. അവന്റെ കാലത്തുള്ള വണ്ടിയാ ഇത്. ആ പട്ടി ഇപ്പൊ എന്ത് ചെയ്യേ? അതിനെ പൂച്ച പിടിച്ചല്ല. ആഹാ, ഈ തോർത്ത് നിങ്ങളുടെ തോളത്ത് കിടക്കുവാണോ? ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ? അച്ഛനെ കുളിപ്പിച്ചിട്ട് തല തോർത്തിട്ടില്ല. എന്റെ ദൈവമേ, അച്ഛന്റെ ടാങ്കിൽ വെള്ളം ഇറങ്ങി കാണും. ടാങ്കിനകത്ത് വെള്ളം ഇറങ്ങിയെന്ന് പറയുന്നു. അല്ല, കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് തല തോർത്തില്ലെങ്കിൽ തലയിൽ വെള്ളം ഇറങ്ങുമല്ല. അതാണ് അവള് പറഞ്ഞത്. ആ ടാങ്കാണ് അവളുടെ അച്ഛന്റെ തല. അച്ഛാ, ഇനി പനി വരത്തില്ല കേട്ടോ, അതേ തിരുമ്പിയിട്ടുണ്ട്. എന്താ തിരുമ്പി പിടിപ്പിക്കുന്നത്? വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ നീർവീഴ്ച വരൂല, അതില്ലാതിരിക്കാൻ രാസനാഥപ്പൊടി തിരുമ്പി കൊടുക്കും. അടിപൊളി. അല്ല, ഇതാരാ ചേട്ടാ? മനസ്സിലായില്ലേ? ഇതാണ് ബ്രോക്കർ മന്മഥൻ പോറ്റി. ഓഹോ, അപ്പൊ നിങ്ങക്ക് ഞാനൊരു ശല്യായല്ലേ? എന്നെ വേറെ കെട്ടിച്ചു വിടാൻ പോവുകയാണോ? അതെ, അങ്ങനെ നിന്റെ അച്ഛനെ പോലത്തെ ദ്രോഹം ഞാൻ ചെയ്യൂല. ഇത് കല്യാണ ബ്രോക്കർ അല്ല, ഈ വണ്ടി കാണാൻ വന്ന ബ്രോക്കർ. അതാണ്. ആരായാലും കൊള്ളാം, നല്ല തറവാട്ടുകാർക്ക് ഞാൻ എന്റെ അച്ഛനെ കൊടുക്കും. അത്രേ ഉള്ളു. എന്നിട്ട് പിന്നെ ചേട്ടൻ ഈ വണ്ടി എന്നാ? അന്നതല്ലോ, തലയിൽ കെട്ടി വെച്ചതല്ലേ വണ്ടിയാ രണ്ടും. അങ്ങനെ നിങ്ങൾ പറഞ്ഞ് കളിയാക്കൊന്നും വേണ്ട. അത്യാവശ്യം തറവാട്ടിൽ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെയാണ് ഞങ്ങളും. ഏത് തറവാട്? തറക്കണ്ടം തറവാട്. അയ്യേ, ഇത് എന്തൊരു തറവാട്ട് പേര്! ഈ ചെളിക്കുണ്ട് പോലെ ഇരിക്കുന്ന വണ്ടി വിൽക്കണമെങ്കിലേ ഈ തറക്കണ്ടം തറവാട് മതി. അതെ, എനിക്ക് ഈ വണ്ടി വിൽക്കണമെന്ന് യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു. ഈ മനുഷ്യനോട് ഞാൻ ആകുന്ന പറഞ്ഞ എന്റെ ഈ അച്ഛനെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി നടക്കിരുത്തിയാ മതിയെന്ന്. നടക്കിരുത്ത പുള്ളിക്കാരനെ ഗുരുവായൂർ കേശവനല്ലേ, കേൾസവനല്ലേ? ശരിയാണ്. പിന്നെ ഈ കേൾസവനെ നടക്കിരുത്താൻ കമ്പറ്റിക്കാര് സമ്മതിച്ചില്ല. അതെന്നാന്നേ? ആനക്ക് മതമുള്ള കഴിഞ്ഞ 1-2 പേരെ ചവിട്ടിക്കൊല്ലുള്ളൂ. അത്രേ ഉള്ളൂ. എന്റെ പൊന്നടാവേ, ഇവളുടെ അച്ഛന്റെ തുരുമ്പെങ്ങാനെ ഇളകി വീണ ആ ഉത്സവത്ത് വന്ന സകല ആൾക്കാരും സെപ്റ്റിക് അടിച്ച് മരിക്കും. ചേട്ടാ, ഈ തുരുമ്പടിക്കാൻ കാരണം എന്നാ? വണ്ടി ഇങ്ങനെ ചുമ്മാ വെക്കുന്നോണ്ടാ. വല്ലപ്പോഴും ഓടിച്ചൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വണ്ടിക്ക് തുരുമ്പ് പിടിക്കും? അതെ, അങ്ങനെ പറ. ഈ മനുഷ്യനോട് ഞാൻ ഒരു 1000 വട്ടം പറഞ്ഞ ഇടയ്ക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ വടക്കേ കവല വരെയൊക്കെ ഒന്ന് പോകാൻ കേൾക്കണ്ടേ? കൊള്ളാം. ഈ വണ്ടി എടുത്തിട്ട് ഞാൻ വടക്കേ കവലെ പോയി കഴിഞ്ഞാ പിന്നെ എന്നെ തെക്കേ പറമ്പിലേക്ക് എടുക്കേണ്ടി വരും. പിന്നെ കൊല കൊടുക്കാൻ നോക്കേ അളിയൻ ചത്ത പക. അതെ, ഈ വണ്ടി മേടിക്കാൻ വരുന്ന ആള് വല്ല തറവാട്ടുകാരനെ മറ്റോ ആണോ? അത് ഞാൻ പറയാനിരിക്കുവായിരുന്നു കേട്ടോ. ഞാൻ അവനോട് സംസാരിച്ച രീതി വെച്ച് നോക്കിയപ്പോ നിങ്ങളുടെ തറവാട്ടിൽ ചേരുന്ന ആള് തന്നെയാ. അപ്പൊ തറവാടിയാ? വെളിവുമില്ല, വെള്ളിയാഴ്ച ഇല്ല. മൂക്ക് തെറിച്ചു പോലും ആ ചീറ്റില്. അല്ല, ഓർഡർ അവിടുന്ന് ഒരു പഞ്ചവർണ്ണത്തെ പറഞ്ഞു തന്നെ. അയ്യോ, പഞ്ചവർണ്ണത്തെ അല്ല, ബൈക്ക് മേടിക്കാൻ വന്നിരിക്കുന്ന ജാക്സണാ. റോക്കറ്റ് ജാക്സൺ.
ബ്രോ വണ്ടി ഇതാണ് വണ്ടി. മോൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചോളൂ. നൈസ് വണ്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒട്ടും സമയം കളയാനില്ല, ഞാൻ ഇപ്പൊ തന്നെ താക്കോല് കൊണ്ടുവന്നിട്ടുണ്ട്. താക്കോല് കൊണ്ടുവരണം. അപ്പൊ ഇവിടെ ഇരിക്കണത് ചെവി കൊണ്ടാനാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ തറവാടിന് ചേരുന്ന ആള് തന്നെയാണ് വെളിവികേടാണെന്ന്. എടാ വെളിവികെട്ടവനെ, ഈ വണ്ടിയുടെ താക്കോൽ ഇട്ടാലല്ലേ ഈ വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ. ഓ അത് ശരിയാണ്. പിന്നെ നീ ഈ താക്കോലും പൊക്കി പിടിച്ചോണ്ട് വന്നത്? അപ്പൊ ഈ താക്കോലിന്റെ ആവശ്യമില്ലേ? ഇത് അവിടെ കിടക്കട്ടെ. ആണ്ട്രാ, അവൻ വന്ന വണ്ടിയുടെ താക്കോൽ അവൻ എറിഞ്ഞു കളഞ്ഞു. അയ്യോ, അപ്പൊ ഞാനെങ്ങനെ തിരിച്ചു പോകും? എടാ ഏതായാലും ഈ വണ്ടി വാങ്ങിക്കുമല്ലോ, നമുക്ക് രണ്ടുപേർ കൂടി ഈ വണ്ടിയിൽ അങ്ങ് പോകാം. ഓക്കെ, സംഭവം നൈസ് ആണ് ബ്രോ, പക്ഷെ കുറച്ച് ഓൾട്ടർ ചെയ്യേണ്ടി വരും. എന്തിന് ഇങ്ങ് ഓട്ട് കയറുന്നു? സൈലൻസറിന് 2 ഓട്ട, ഹെഡ്ലൈറ്റിന് 4 ഓട്ട, ടാങ്കിന്റെ കാര്യം പറയേണ്ട ഓട്ടോട് ഓട്ട. എന്റെ ബ്രോ അതല്ല, ഇതൊന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും. അതായത് ഇതിന്റെ ഹെഡ്ലൈറ്റ് ഒന്ന് ചരിച്ചു കുത്തി വെക്കാം, അത് പോകാൻ വെച്ചോ. പിന്നെ ഹാൻഡില് ഒന്ന് വളച്ചു കുത്തി വെക്കാം. പിന്നെ സൈലൻസർ നമുക്ക് ഒടിച്ചു കുത്തി കളയാം. അങ്ങനെ മൊത്തത്തിൽ മോഡിഫൈ ചെയ്താൽ സംഭവം പൊളിക്കും. ആണ്ടവൻ പൊളിക്കാൻ പോയത് ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട്. എന്തിന് നല്ലൊരു കട്ടറി ആടി കഴിച്ചാൽ താനെ പൊളിഞ്ഞോളൂ. പറയാ മോന്റെ ഭാഗ്യം കൊണ്ടാണ് മോൻ ഈ വണ്ടി വാങ്ങിക്കാൻ വന്നത്. കേരളത്തിൽ ഈ ഒരൊറ്റ പീസേ ഉള്ളൂ. കേരളത്തിൽ ഇതൊരൊറ്റ പീസല്ലേ? ഇത് ഒരുപാട് കുലുക്കല്ലേ, ഒരുപാട് പീസായി പോയി. അല്ല എന്താ വയസ്സായ അച്ഛനല്ലേ ഞാൻ പറഞ്ഞത്. ഓ വയസ്സായ അച്ഛനോ? മനസ്സിലായില്ല. ഇവനത് കിട്ടിയിട്ടില്ല മോനെ. എന്റെ ഭാര്യ ഉണ്ടല്ലോ, അവള് ഈ വണ്ടിനെ സ്വന്തം അച്ഛനെ പോലെ കാണുന്നത്. ഓ പ്രായമായില്ലേ, അതിന്റെ ഒരു കുത്തിക്കുലുക്കം വേണ്ടാന്നാ പറഞ്ഞത്. അപ്പൊ ഈ വയസ്സായ അച്ഛനെ ഞാൻ ചെറുപ്പക്കാരനാക്കും ബ്രോ. യോ ചതിക്കല്ലേ, ഈ പന്നെ കളവനെ ചെറുപ്പക്കാരനാക്കാൻ പോണ. അവളുടെ അച്ഛനായതുകൊണ്ട് പറയല്ല, എന്നാ ഞരമ്പ് രോഗിയാണെന്ന് അറിയാമോ? ഇപ്പൊ ചത്തിട്ടും വയസ്സായിട്ട് ഈ മുറ്റത്ത് നിൽക്കല്ലേ, ശ്രദ്ധ മുഴുവനും റോട്ടിലാ. ഏതെങ്കിലും ഒരു പെണ്ണതിലേ പോയി കഴിഞ്ഞാല് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ സിഗ്നൽ ആയിട്ട് കൊടുക്കും. അവരെ ചെറുപ്പക്കാരനാക്കാൻ പോണു. അതൊക്കെ സെറ്റ് ചെയ്തോളാം. ഓക്കേ, ഇതെന്താ ഇവിടെ മഷിനോട്ടം ഉണ്ടോ? മഷിനോട്ടം അല്ല, പിന്നെ 11 മണിയാകുമ്പേ അച്ഛനും മുറുക്കണ ഒരു ശീലമുണ്ട്. അച്ഛാ നെറ്റി കാണിച്ച് എനിക്ക് തലവേദന എടുക്കാം. ഒരു മുഴുവൻ വെറ്റിലേയും അടക്കയുണ്ട് കേട്ടാ. ചവച്ച് മുറുക്കി ചാകും. ഇതിനെ ഇടയ്ക്കൊന്നും മുറുക്കാൻ മേലായിരുന്നു. എത്ര മുറിക്കാലും അഴിഞ്ഞെടുക്കുള്ളൂ. ഇതിന്റെ മുറുക്കം മാറണമെങ്കിൽ ഈ വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങണം. ഇതാണോ വണ്ടി മേടിക്കാൻ വന്ന ആള്? മോന്റെ പേരെന്താ? ജാക്സൺ, റോക്കറ്റ് ജാക്സൺ. വണ്ടി ഇഷ്ടായോ? പിന്നെ ബ്യൂട്ടിഫുൾ വണ്ടിയല്ലേ. ഐ ലവ് യു ഡാ ഉമ്മ. ഹെഡ്ലൈറ്റിന് ഓയിൽ ലീക്ക് ഉണ്ടല്ലോ. അത് ഓയിൽ ലീക്ക് ഒന്നുമല്ല, ഇപ്പൊ മുറുക്കാൻ കൊടുത്തത് കണ്ടതല്ലേ, ചവച്ചിട്ട് തുപ്പി കാണത്തില്ല, കിറി കവിഞ്ഞ് ഒഴുകണതായിരിക്കും. ഇത് ഓയിൽ ലീക്ക് അല്ല. കഴിഞ്ഞ ദിവസം ഇതിന്റെ ഹെഡ്ലൈറ്റിന് ഇത്തിരി വെട്ടക്കുറവുണ്ടായിരുന്നു. സാധാരണ നമ്മള് ഇത് വർക്ക്ഷോപ്പിലല്ലേ കൊണ്ടുപോകുന്നത്. ഇവളുടെ അച്ഛനാണെന്നും പറഞ്ഞിട്ട് നേരെ അച്ഛനെ കാണിക്കുന്ന വൈദ്യുതി അടുത്ത് കൊണ്ടുപോയിട്ട് ഈ അതിർക്കുഴമ്പ് മേടിച്ചു വന്നിട്ടേ ഇവ കണ്ണാണെന്നും പറഞ്ഞിട്ട് ഡെയിലി 3 നേരം ഒറ്റയ്ക്ക്. ഇത് കണ്ട ഹെഡ്ലൈറ്റിനൊക്കെ എന്നാ വെട്ടമാണെന്ന് അറിയാമോ? അപ്പൊ വെട്ടത്തിനൊരു കുറവുണ്ടാവില്ല. പകല് നിനക്ക് പുല്ലുപോലെ കൊണ്ടുപോവാ. അയ്യോ, ഇതുപോലെ വണ്ടി സൂക്ഷിക്കുന്ന ഒരു ഫാമിലിയെ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് കേട്ടോ. അതെ അതെ അതെ, മോനും ഒന്ന് സൂക്ഷിക്കണം. അല്ലല്ല, മോനും ഇതേപോലെ വണ്ടി ഒന്ന് സൂക്ഷിക്കണം. പൊന്നു പോലെ സൂക്ഷിക്കും. അപ്പൊ ഏകദേശം വണ്ടി ഏകദേശം ഒരു ധാരണയായ സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ കച്ചവടം നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം. നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്റെ അച്ഛനെ പോലെ കാണുന്ന വണ്ടിയല്ലേ, അതുകൊണ്ട് ഈ വണ്ടിക്ക് ഞാൻ എങ്ങനെ വില പറയും? അത് ശരിയാ, സ്വന്തം തന്തക്ക് എങ്ങനെ അവള് വില പറയണം? ഞാൻ തന്തയ്ക്ക് വില പറയുന്ന കാര്യമല്ലേ ഏട്ടാ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ വണ്ടിക്ക് എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നത്? മോനെ മോനെ വണ്ടി ഇഷ്ടപ്പെട്ടാ? പിന്നെ ഇഷ്ടപ്പെട്ടു. എന്നാ മോനെ ഞങ്ങൾക്ക് നഷ്ടമില്ലാത്ത ഒരു വില അങ്ങോട്ട് തന്നാ മതി. ഞാൻ പറഞ്ഞോ അല്ലേ? അപ്പൊ ഒരു 10 മിനിറ്റ്സ് സമയം തരണം. മതി, സമയം ഒരു 10,000 രൂപ വരെ ഇരിക്കും അല്ലേ? കിട്ടും. ഈ പാട്ട വണ്ടിക്ക് അതൊന്നും കിട്ടാൻ സാധ്യതയില്ലെന്ന് തരുന്നത് മേടിക്കൊണ്ട് കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇവളുടെ അച്ഛന് ഇവിടെ വലിയ വിലയൊന്നുമില്ല. ഞാൻ തീരുമാനത്തിലെത്തി. നമുക്ക് ഒരു 35,000 രൂപയ്ക്ക് സെറ്റ് ചെയ്യാം. കുറഞ്ഞു പോയോ? കുറവുണ്ടോ? കുറവുണ്ട്. ഈ ചെറുക്കന് ഒരു 10 പൈസയുടെ കുറവുണ്ട്. മനെ അവന്മാര് പറയുന്നത്, അവര് പറയുന്നത് 35,000 തീരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 5 കയറ്റി വെക്കാം, 40 സെറ്റ് ചെയ്തേക്കാം. കുറവാണോ? അവന് 10 പൈസയുടെ അല്ല, അവന്റെ പേഴ്സ് തന്നെ കളഞ്ഞു പോയാക്കേ. അവൻ ആ വണ്ടി ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ആ പൈസ മേടിച്ച് താക്കോൽ കൊടുത്ത് പെട്ടെന്ന് കൊടുത്തു വിടാൻ നോക്ക്. ആണല്ലേ? പിന്നെ അല്ലാണ്ട് പിന്നെ കച്ചവടമാണ്.
അവന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് താക്കോലോട്ട് പൈസ പിടിക്കും മനസ്സിലാവും. ഐശ്വര്യത്തോടെ താക്കോല് പിടിച്ച് പൈസ കൊടുത്തേ. കൊടുക്കും. ഐശ്വര്യമായിട്ട് താക്കോല് തരയാണ്. പിന്നെ പലരും രക്ഷപ്പെട്ട വണ്ടിയാണിത്. അതെ. പോണ പോക്കിന് ചിലപ്പോ മോനും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലേ? എന്നാ പിടിച്ചോ, കൈമുറിക്കല്ലേ. അതെ, പറഞ്ഞ പൈസ കൃത്യമായിട്ടും ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ വണ്ടി എടുക്കുവാണേ. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഞാൻ തരൂല. അയ്യോ, അതല്ല, വണ്ടി ഇറക്കാൻ നേരം നമുക്കൊരു നാരങ്ങ വെക്കണ്ടേ? അച്ഛനെ പണ്ട് പട്ടി കടിച്ചതാ. നാരങ്ങ വെച്ചപ്പോ ഇളകിയാലോ. അയ്യോ, അപ്പൊ അപ്പൊ വണ്ടി എടുക്കാൻ പോവാണ് കേട്ടോ. വണ്ടി എടുക്കാൻ പോവാതി. അയ്യോ, മോനെ കേറല്ലേ. ഒന്ന് പതുക്കെ കേറിയിരിക്കും, അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ നെഞ്ചത്തിരിക്കുന്ന ഒരു ഫീല് വരുന്ന എനിക്ക്. എന്റെ പൊന്നും മേഡം, ഞങ്ങള് ഫ്രീക്കന്മാര് വണ്ടിയിൽ മൂടുറപ്പിച്ചിരിക്കാറില്ല. ഇത് നിങ്ങൾ എങ്ങനെ പോവും? ഞങ്ങള് പോകുന്നത് കണ്ടിട്ടില്ലേ? ഇങ്ങനല്ലേ ശരിയാ, തലയും പാലും മനസ്സിലാവൂല. ഇവിടെ തലേക്കാട്ടും മേളിലല്ലേ ഇവിടെ മൂടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ വണ്ടി എടുക്കാൻ പോവാണ്. വണ്ടി എടുക്കാൻ പോവാണ്. ആരെങ്കിലും കാണാനുള്ളവരുണ്ടെങ്കിൽ കണ്ടോണം. ദൂരെ ആരെങ്കിലും വരാനുണ്ടോ കാണാൻ? ഇല്ല, ഞാനൊരു ഒറ്റ മോളേ ഉള്ളു. അവസാനമായിട്ട് ഞാൻ എന്റെ അച്ഛന് ഒരു ഉമ്മ കൊടുത്തോട്ടെ. വെളിവേട് കാണിക്കല്ലേ. തുരുമ്പെടുത്താക്കി ആ ചുണ്ട് പറഞ്ഞ് അതിലേലിരിക്കും. പിന്നെ ഞാൻ നിന്റെ ചുണ്ട് തപ്പി നടക്കേണ്ടി വരും. അതെ, വണ്ടി എടുക്കാം. അപ്പൊ ചിതക്ക് കീ കൊടുക്കാൻ പോവാണേ. ഇതൊക്കെയോ? ഇതൊക്കെ അല്ല, വണ്ടിക്ക് കീ കൊടുക്കാൻ പോവാ. ഓക്കെ. ഇതിന്റെ കിക്കർ ലൂസാണല്ലോ. അത് വള്ളി പൊട്ടിക്കാണ് പിന്നെ ഊത്തായിരിക്കില്ലേ. നിക്കറല്ല, ഇതിന്റെ കിക്കർ ലൂസാണെന്ന്. അതല്ലേ പറഞ്ഞില്ലേ, വാദം പിടിച്ച് കിടക്കായിരുന്നു. മൊത്തം തളർന്ന് കിടക്കേ. മോനൊന്ന് അടിച്ചു പിടിച്ചാൽ കാലിറങ്ങി. അയ്യോ, കാലല്ല, കയ്യല്ല, നടുവിൽ ഇപ്പൊ എവിടെന്ന് മനസ്സിലായില്ലേ? ഇനി എന്നാ ചെയ്യുന്നത്? ഇതിപ്പോ ഒന്നും ചെയ്യാനില്ല. അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇവന് ഇതിനകത്ത് അഴിച്ചെടുക്കാം. വർക്ക്ഷോപ്പിലൊന്നും കൊണ്ടുപോകണ്ട. അച്ഛനെ കാണിക്കണ വൈദ്യശാല കൊണ്ട് കാണിച്ചാൽ മതി. വൈദ്യര് പിടിച്ചിട്ടോളൂ. പിടിച്ചിടാൻ പറ്റൂല. ഇത് പറിച്ചെടുക്കാൻ പറ്റിയതാണോ? നിങ്ങൾ സത്യം പറയാം, വർക്ക്ഷോപ്പിലും കൊണ്ടുപോണ്ട, വൈദ്യശാലയിലും കൊണ്ടുപോണ്ട. നിങ്ങളുടെ ബൈക്ക് ഇവന് കൊടുത്തില്ലേ? പൈസ വാങ്ങിച്ചില്ലേ? ഇവന്റെ ആയി കഴിഞ്ഞപ്പോ ഇവനെ എന്നാ വേണമെങ്കിലും ചെയ്തോട്ടെ. അങ്ങനെ ഇവിടെ കിടന്നുണ്ട് എന്നാ വേണമെങ്കിലും ചെയ്താ ഇവിടെ മാർക്കറ്റ് ഉമ്മറം ചീത്താക്കാനായിട്ട്. ഇപ്പൊ പിന്നെ എന്നാ ചെയ്യുന്നത്? ഇവൻ ഏതെങ്കിലും പറമ്പിൽ കൊണ്ടേ തള്ളിയിടുന്നത്. അത്രയും ചെയ്താൽ മതി. അത് ഞാൻ ഏറ്റി. മോനെ പിടിച്ചിരുന്നോളൂ കേട്ടോ. കട്ടറി ചാടിക്കല്ലേ. ജാക്സൺ പോയ മൂക്ക് കണ്ടോ, റോക്കറ്റ് ജാക്സൺ. എന്നാലുവേ നിന്റെ അച്ഛൻ കാരണം എത്ര പേരെ രക്ഷപ്പെട്ടല്ലേ. അതേ ഒരുത്തരും കൂടി രക്ഷപ്പെട്ടു. ഞാനതല്ല ആലോചിക്കണത്. നിന്റെ അച്ഛന് ഇവിടെ ചുമ്മാ എത്ര വർഷമായിട്ട് കുത്തിയിരിക്കണതാ. നിനക്ക് അച്ഛന്റെ കൂടെ ഇവിടെ ഈവനിങ് ബാക്കിന് പോകായിരുന്നില്ലേ? എന്ത് കാര്യത്തിന്? എനിക്കൊന്ന് രക്ഷപ്പെടാൻ.